ശരിക്കും എന്താണ് ഈ ജീവൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെല്ലാവരും ബേസിക്കലി കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ആണ്. അതായത് ഞാനും നിങ്ങളൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് ബേസിക്കലി കാർബൺ കൊണ്ടാണ്. എന്നാൽ നമ്മുടെ പ്രപഞ്ചത്തിൽ ഉടനീളം കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് കാർബൺ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവനും കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള നമ്മളെ പോലുള്ള ജീവജാലങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥ വരണം. പക്ഷെ ഇതുവരെ ഭൂമിക്കപ്പുറം ഒരു ജീവന് നമുക്ക് കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല. അപ്പോഴത്തെ ഒരു ചോദ്യം എന്താ വെച്ചാൽ, ഈ കാർബൺ എന്ന് പറയുന്ന ആ ഒരു എലമെന്റിന് മാത്രമാണോ ജീവൻ ഉണ്ടാക്കാൻ കഴിയുന്നത്? ഇതല്ലാണ്ട് വേറെന്തെങ്കിലും ഒരു എലമെന്റ് ഉപയോഗിച്ച് ജീവനെ നിലനിർത്താൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ കണ്ടുവരുന്നത് പോലെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ആ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തെക്കാൾ വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള ജീവജാലങ്ങളായിരിക്കും നമുക്ക് കാണാൻ കഴിയുക. നിങ്ങളുടെ വൈൽഡസ്റ്റ് ഇമാജിനേഷനിൽ പോലും ചിന്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജീവജാലങ്ങളെ പറ്റിയിട്ടാണ് ഞാനിവിടെ പറയുന്നത്. അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ എന്തുകൊണ്ടാണ് കാർബണ് ഇത്ര അധികം സംഗതികളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ചെറുതായിട്ട് മനസ്സിലാവണം. നിങ്ങളിപ്പോ ഈ കാണുന്നതാണ് ഒരു കാർബൺ ആറ്റം. ഇതിന്റെ നടുക്ക് നമുക്ക് ഒരു ന്യൂക്ലിയസ് കാണാൻ കഴിയും. അതിന് ചുറ്റും ഒരുപാട് ഇലക്ട്രോൺസ് ഇങ്ങനെ ചുറ്റി കളിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ കാർബണിന്റെ അവസാനത്തെ ആ ഒരു ഓർബിറ്റ് ചെയ്യുന്നത് വെറും 4 ഇലക്ട്രോൺസ് മാത്രമാണ്. പക്ഷെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഒരു എലമെന്റ് സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് വേണം. പക്ഷെ കാർബണിന്റെ കേസ് നോക്കുകയാണെങ്കിൽ അതിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ വെറും 4 ഇലക്ട്രോൺസ് മാത്രമേ കാണാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ 4 ഇലക്ട്രോൺസ് കൂടി ഉണ്ടെങ്കിൽ മാത്രമാണ് കാർബൺ സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറെ ഒരു കാർബൺ ആറ്റം വരുന്നത്. ഇതിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 4 ഇലക്ട്രോൺസ് ആണ് ഉള്ളത്. അപ്പോ ഈ 2 കാർബൺ ആറ്റംസിനും 4 ഇലക്ട്രോൺസ് കൂടുതൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ 2 സംഭവത്തിന് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയുള്ളൂ. അപ്പോ ഈ 2 കാർബൺ ആറ്റംസിന് സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടി ഈ 2 കാർബൺ ആറ്റം കൂടി ഒരുമിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ ഈ 2 കാർബൺ ആറ്റംസിന്റെയും ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് 8 ഇലക്ട്രോൺ ആണ്. അതായത് ഈ 2 സംഭവം ശരിക്കും കംപ്ലീറ്റ്ലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് മാറും. എന്നാൽ ഈ സംഗതിക്ക് വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഈ ഒരൊറ്റ കാർബൺ ആറ്റത്തിന് സ്റ്റേബിൾ ആവണമെങ്കിൽ അത് വേറൊരു കാർബൺ ആറ്റം വന്ന് മിക്സ് ആവണമെന്ന് യാതൊരു നിർബന്ധമില്ല. അതായത് ഈ കാർബൺ ആറ്റത്തിന് 2 ഓക്സിജൻ ആറ്റംസുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് അത് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് മാറാൻ പറ്റും. അതുപോലെ തന്നെ 4 ഹൈഡ്രജൻ ആറ്റംസ് ആയിട്ട് ബോണ്ട് ചെയ്തിട്ട് അവിടെ മീഥേൻ ഫോം ചെയ്യും. അങ്ങനെ ഒരുപാട് ആറ്റംസിന് ഈ കാർബൺ ആറ്റവുമായിട്ട് ബോണ്ട് ചെയ്തിട്ട് പല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടായി വന്ന ഒരു സംഭവമാണ് ഞാനും നിങ്ങളും. കാർബണിന്റെ ഏറ്റവും വലിയൊരു ഗുണം എന്താ വെച്ചാൽ, ഇത് തമ്മിൽ ഉണ്ടാക്കുന്ന ആ ഒരു ബോണ്ടില്ലേ, അത് വളരെ സ്ട്രോങ്ങും കൂടി ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വേറൊരു ചോദ്യമുണ്ട്. ഇവിടെ കാർബണിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ നമുക്ക് 4 ഇലക്ട്രോൺസ് കാണാൻ കഴിയുന്നത് കൊണ്ടാണ് ഈ സംഭവത്തിന് ഇത്രയും അധികം സംഗതികളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത്. അപ്പോ കാർബണിൽ എന്ന പോലെ തന്നെ വേറെന്തെങ്കിലും ഒരു എലമെന്റിന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിലും ഇതേപോലെ 4 ഇലക്ട്രോൺസിനെ കാണാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതിനുള്ള ഉത്തരം നമ്മുടെ പീരിയോഡിക് ടേബിളിൽ തന്നെയുണ്ട്. അതായത് കാർബണിന്റെ തൊട്ടടിയിൽ കിടക്കുന്ന ഒരു എലമെന്റ് ആണ് സിലിക്കൺ എന്ന് പറയുന്നത്. ഇവിടെ സിലിക്കന്റെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിൽ കാണാൻ കഴിയുന്നത് 4 ഇലക്ട്രോൺസ് ആണ്. അതുകൊണ്ട് തിയറിറ്റിക്കലി കാർബണ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംഗതികളും സിലിക്കണിന് ചെയ്യാൻ കഴിയണം. അതായത് ജീവൻ എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസം ഉൾപ്പെടെ പല കാര്യങ്ങളും സിലിക്കൺ ബേസ്ഡ് ആയിട്ട് ഉണ്ടായി വരണം. അവിടെയാണ് ഈ ഒരു ടോപ്പിക്കിന്റെ കോർ ഐഡിയ കിടക്കുന്നത്. അതായത് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങളെ പറ്റി. ഇത് കേൾക്കുമ്പോൾ ഇത് വെറും ഒരു തിയറി മാത്രമായിട്ട് നിങ്ങൾക്ക് തോന്നിക്കാം. പക്ഷെ ഇത് വളരെയധികം എക്സ്റ്റെൻസീവ്ലി റിസർച്ച് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക് തന്നെയാണ്. ഈ റിസർച്ചിൽ നിന്ന് കിട്ടുന്ന ഫൈൻഡിങ്സ് ആവട്ടെ വളരെയധികം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. കാൾ സേഗൻ എന്ന് പറയുന്ന വ്യക്തിനെ പറ്റി ഞാൻ പ്രത്യേകം ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു ആസ്ട്രോഫിസിസിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് ഈ ഒരു ചോദ്യം ആദ്യമായിട്ട് ചോദിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഞാനും നിങ്ങളും നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന എല്ലാ ജീവജാലങ്ങളും ഉണ്ടാക്കിയിരിക്കുന്നത് കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവം ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ കണ്ടുവരുന്ന എല്ലാ ജീവജാലങ്ങളും കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് ഫോം ആയിരിക്കും എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മുടെ ഭൂമിയുടെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭൂമിയിൽ കാർബണേക്കാൾ കൂടുതൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ് സിലിക്കൺ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഒരു സിലിക്കണിന്റെ കല്ലിലാണ് ശരിക്കും നമ്മളെല്ലാവരും ജീവിച്ചു വരുന്നത്. എന്നിട്ടും ഇവിടെ നമ്മളെല്ലാവരും ഉണ്ടായി വന്നത് ഒരു കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിലാണ്. എന്നാൽ സിലിക്കണും കാർബണും സെയിം നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺ ആണ്. അതായത് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ് കണ്ടുവരുന്നത്. അപ്പോൾ തിയറിറ്റിക്കലി നമ്മുടെ ഭൂമിയിൽ ഉണ്ടായി വരേണ്ട ജീവജാലം എന്ന് പറയുന്നത് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫാണ്.
പക്ഷേ ഇവിടെ നേരെ ഓപ്പോസിറ്റ് ആണ് സംഭവിച്ചിരിക്കുന്നത്. ഞാനിപ്പോ ഈ പറഞ്ഞത് ആസ്ട്രോബയോളജിയിലെ തന്നെ ഏറ്റവും കൂടുതൽ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അങ്ങനെ ഇതിനെപ്പറ്റി വളരെയധികം എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള റിസർച്ചും സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നടത്തുന്നു. അങ്ങനെ 2020 ഒരുപാടധികം റിസൾട്ട് പുറത്തേക്ക് വരുന്നു. ഇതിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, കാർബൺ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടില്ലേ, അത് വളരെ വളരെ സ്ട്രോങ്ങും അതുപോലെ തന്നെ വളരെ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബോണ്ട് ആയിരിക്കും. പക്ഷേ അതേ സമയത്ത് കാർബണ് പകരം ഇവിടെ സിലിക്കൺ ആണ് ബോണ്ട് ചെയ്തേക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക. ആ ബോണ്ടിന് കാർബൺ ഉണ്ടാക്കുന്ന ആ ഒരു ബോണ്ടിന് അത്രയും സ്ട്രെങ്ത് ഉണ്ടാവില്ല. കാർബണിന്റെയും സിലിക്കണിന്റെയും ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആണെന്നുണ്ടെങ്കിലും ഇവിടെ കാർബണിന്റെ അറ്റോമിക് റേഡിയസും സിലിക്കണിന്റെ അറ്റോമിക് റേഡിയസും തമ്മിൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. കാർബണിന്റെ അറ്റോമിക് റേഡിയസ് വളരെ ചെറുതായതുകൊണ്ട് തന്നെ അതിന് വളരെയധികം സ്ട്രോങ്ങർ ആയിട്ടുള്ള ബോണ്ടുകൾ നിർമ്മിക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നേരെ മറിച്ച് സിലിക്കണിന്റെ അറ്റോമിക് റേഡിയസ് കുറച്ച് വലുതാണ്. അതുകൊണ്ട് തന്നെ അതിന് വീക്ക് ആയിട്ടുള്ള ബോണ്ടുകൾ മാത്രമാണ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. അതിന്റെ അർത്ഥം വേറെ ഒന്നല്ല, നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങളുടെ കാർബണ് പകരം അത് സിലിക്കൺ ആണ് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് തമ്മിൽ ഉണ്ടാകുന്ന ബോണ്ട് സ്വാഭാവികമായിട്ടും വളരെയധികം വീക്ക് ആയിരിക്കും. ഇത്ര അധികം വീക്ക് ബോണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിയുടെ സാഹചര്യവുമായിട്ട് അത് ഒരിക്കലും അഡാപ്റ്റ് ചെയ്ത്, അതായത് പൊരുത്തപ്പെട്ടു പോവില്ല. പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ ഒരു ബോണ്ടില്ലേ, അത് ഈസിലി പൊട്ടിപ്പോവും. ഭൂമിയുടെ സാഹചര്യത്തിൽ ഒരിക്കലും സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള സംഗതികൾ ഉണ്ടായി വരില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. ഇവിടെ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ഭൂമിയുടെ സാഹചര്യത്തിൽ ഇത് വർക്കാവില്ല എന്നുള്ളൊരു കാര്യം. അതിന്റെ അർത്ഥം വളരെയധികം വ്യക്തമാണ്. അതായത് നമ്മുടെ ഭൂമിയെക്കാളും വളരെയധികം ഡിഫറെന്റ് ആയിട്ടുള്ള സാഹചര്യത്തിൽ ഓടിപ്പോകുന്ന ഒരു ഗ്രഹം ഉണ്ട് നിങ്ങൾ വിചാരിക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഒത്തുവരികയാണെങ്കിൽ അവിടെ കാർബണ് പകരം സിലിക്കൺ തമ്മിലുള്ള ബോണ്ട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതായത് നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തത്ര രീതിയിലുള്ള ജീവജാലങ്ങൾ ചിലപ്പോൾ ഈ ഒരു സ്ഥലത്തൊക്കെ ഉണ്ടായിരിക്കാം. അങ്ങനെ 2016 ഒരു കൂട്ടം സയന്റിസ്റ്റുമാർ ഒരു ബ്രേക്ക് ത്രൂ നടത്തുന്നു. അവർ ചെയ്തത് വളരെയധികം സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ഒരു ജീവജാലമായിട്ടുള്ള ഒരു ബാക്ടീരിയനെ അവരെടുത്തു. ഈ ഒരു ബാക്ടീരിയനായിക്കോട്ടെ സിലിക്കണുമായിട്ട് ഇന്ററാക്ട് ചെയ്യിപ്പിച്ച് ജനറ്റിക്കൽ മ്യൂട്ടേഷൻ നടത്തിയെടുത്തു. ഇത്തരം മ്യൂട്ടേഷൻ ചെയ്യുന്നത് വഴി ഈ ബാക്ടീരിയയുടെ അകത്ത് കാർബണോടൊപ്പം തന്നെ സിലിക്കൺ എന്ന് പറയുന്ന ആ ഒരു സംഗതിയുണ്ട്. ഇത് ചെയ്തപ്പോൾ ഇവർ ആദ്യം വിചാരിച്ചത് ഇത്തരത്തിലുള്ള ബാക്ടീരിയസ് സർവൈവ് ചെയ്യില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ ബാക്ടീരിയ സർവൈവ് ചെയ്യുക മാത്രമല്ല, അതിങ്ങനെ മൊത്തത്തിൽ സ്പ്രെഡ് ആവുന്ന ഒരവസ്ഥയും കൂടി ഉണ്ടായി. അതായത് ഇത് ചെയ്തതിലൂടെ ഈ ബാക്ടീരിയക്ക് ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട്സ് നിർമ്മിക്കാനുള്ള ഒരു കഴിവും കൂടി ഉണ്ടായി. കാർബൺ സിലിക്കൺ ബോണ്ട് നമ്മുടെ ആരുടെ സഹായമില്ലാണ്ട് ഇതിന് തന്നെത്താനെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. പക്ഷെ അവിടെയാണ് വേറൊരു ഞെട്ടിക്കുന്ന കാര്യം കിടക്കുന്നത്. അതായത് ഞാൻ നേരത്തെ പറയുകയുണ്ടായി, ഈ സിലിക്കൺ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ടില്ലേ, അത് അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള ഒരു ബോണ്ട് ആയിരിക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായി. നമ്മുടെ മേത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് കീറിപ്പോന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായി. പക്ഷേ ഈ ബാക്ടീരിയയുടെ കേസ് ആയിക്കോട്ടെ, ഇവർ ഇങ്ങനെ നാച്ചുറൽ ആയിട്ട് സിലിക്കൺ തമ്മിൽ ഉണ്ടാക്കുന്ന ഒരു ബോണ്ട് ഉണ്ടാക്കിയില്ലേ, ആ ബോണ്ട് നമ്മൾ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു തിയറി അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു സ്ട്രെങ്തിനേക്കാളും 15 മടങ്ങ് സ്ട്രെങ്ത് കൂടുതലായിട്ടുള്ള ബോണ്ടാണ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് നാച്ചുറലി ഉണ്ടായി വന്നപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അവർ തമ്മിലുള്ള ഒരു ബോണ്ട് 15 ഇരട്ടി ബലമുണ്ട്. ഈ പഠനത്തിലൂടെ മാത്രം നമുക്കൊരു കാര്യം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതായത് ജീവൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി ഉണ്ടാവണമെങ്കിൽ കാർബൺ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഇതുപോലുള്ള സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങൾ ഉണ്ടായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യം ഇതോടെ നമുക്ക് വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലായി. ഞാനിപ്പോ ഈ പറഞ്ഞ എക്സ്പെരിമെന്റിലൂടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് കാർബണും സിലിക്കണും തമ്മിലുള്ള ആ ഒരു ബോണ്ടിനെ പറ്റിയിട്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ അകത്തുള്ള ആ ഒരു കാർബൺ മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ അകത്ത് സിലിക്കണും വേറുള്ള സംഭവങ്ങളുമായിട്ടുള്ള ബോണ്ട് ആണെന്നുണ്ടെങ്കിൽ ഇതിന് സർവൈവ് ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. ഏകദേശം 50 വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു സംഭവം ചെയ്തെടുക്കാൻ വേണ്ടി പല പല വഴികൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇതുവരെയായിട്ടും ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ മുന്നോട്ട് പോയി. ഈ വർഷം ഫെബ്രുവരി സാർലാൻഡ് യൂണിവേഴ്സിറ്റിയിൽ അവിടെയുള്ള ആൾക്കാർ ഈ ഒരു സംഭവം അച്ചീവ് ചെയ്തെടുത്തു. ഇവരുടെ പഠനത്തിലൂടെ കാർബൺ എന്ന് പറയുന്ന ആ ഒരു എലിമെന്റിനെ മാറ്റി വെച്ചിട്ട് അത് മുഴുവൻ സിലിക്കൺ ആക്കി കഴിഞ്ഞാൽ അതിന് ഇത്തരത്തിലുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സിലിക്കൺ സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാക്കാൻ കഴിയുകയും ലൈഫിനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു കാര്യം അവർ തെളിയിച്ചു. അതായത് തിയറിറ്റിക്കലി ഇവിടെ കാർബൺ എന്ന് പറയുന്ന ആ ഒരു സംഗതിയെ മൊത്തം മാറ്റിയിട്ട് നമ്മൾ സിലിക്കൺ എടുത്ത് വയ്ക്കുകയാണെങ്കിൽ അത് വർക്കാവും എന്നുള്ളൊരു കാര്യമാണ് ഇവർ പറയുന്നത്.
ഇനി അഥവാ നമ്മുടെ ഭൂമിയിൽ കണ്ടുവരുന്ന ജീവജാലങ്ങൾ മുഴുവനും കാർബൺ ബേസ്ഡിന് പകരം സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം ആണെന്ന് നിങ്ങൾ വെറുതെ വിചാരിക്കുക. അതായത് നമ്മളിപ്പോ ശ്വസിക്കുന്നത് ഓക്സിജനും പുറത്തേക്ക് വിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡുമാണ്. പക്ഷെ നമ്മളിപ്പോ സിലിക്കൺ ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ശ്വസിക്കുന്നത് ഓക്സിജനും പുറത്തേക്ക് വിടുന്നത് സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംഗതിയായിരിക്കും. കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഗ്യാസ് ആണെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ഒരു സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. സിലിക്കൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് ബേസിക്കലി മണലിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ സാഹചര്യത്തിൽ ഒരിക്കലും സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസംസ് ഇവോൾവ് ആയി വരില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് മനസ്സിലായി. ഇവിടെ വേറൊരു കുഴപ്പം എന്താ വെച്ചാൽ സിലിക്കോണിന്റെ ഓർഗാനോ സിലിക്കൺ കോമ്പൗണ്ട് ആണ് സൈലേൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സംഗതി വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് വളരെയധികം വയലന്റ് ആയിട്ടാണ്. അതായത് നമ്മളിപ്പോ ഒരു സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളവുമായിട്ട് ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള മോളിക്കുലർ സ്ട്രക്ചർ ഒക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഭൂമിയുടെ സാഹചര്യത്തിൽ ഒരിക്കലും സിലിക്കൺ ബേസ്ഡ് ഉള്ള ജീവജാലങ്ങൾ നിലനിൽക്കില്ല. ഇത് സംഭവിക്കണമെങ്കിൽ ഓക്സിജൻ ഇല്ലാത്തതും ലിക്വിഡ് വെള്ളം ഇല്ലാത്ത ഒരു സാഹചര്യം വേണം. അവിടെയാണ് വേറൊരു പ്രശ്നം കിടക്കുന്നത്. അതായത് നമ്മൾക്കറിയാവുന്ന ഒരു അറിവ് വെച്ച് ജീവൻ എന്നുള്ളൊരു സംഗതി വേറൊരു ഗ്രഹത്തിൽ കണ്ടുവരണമെങ്കിൽ അവിടെ 1-2 ക്രൈറ്റീരിയാസ് ഉണ്ട്. ഈ പറയുന്ന ഗ്രഹം ഒരു ഹാബിറ്റബിൾ സോണിൽ കൂടി ആയിരിക്കണം ഓർബിറ്റ് ചെയ്യുന്നത്. അതായത് ഈ ഗ്രഹത്തിൽ കണ്ടുവരുന്ന വെള്ളം ലിക്വിഡ് രീതിയിൽ കണ്ടുവരുന്ന ഒരു വെള്ളമായിരിക്കണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമ്മൾക്ക് ഈ പറയാവുന്ന ഒരു ഡാറ്റ വെച്ചിട്ട് സിലിക്കൺ ബേസ്ഡ് ആയിട്ടുള്ള ലിവിങ് ഓർഗാനിസത്തിന് വെള്ളം വേണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതോടൊപ്പം തന്നെ നമ്മളെല്ലാവരും വിശ്വസിക്കുന്നത് ജീവന്റെ ഘടകമായിട്ടുള്ള ഓക്സിജൻ എന്ന് പറയുന്ന ആ ഒരു സംഗതിയും ഈ ഒരു സംഭവത്തിന് വേണ്ട. ഈ 2 പ്രധാനപ്പെട്ട ഓപ്ഷൻസ് എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ആ 2 സംഗതികൾ ഒഴിവാക്കിയത് കൊണ്ട് തന്നെ നമ്മുടെ പ്രപഞ്ചത്തിൽ ജീവൻ കണ്ടുപിടിക്കാൻ കഴിയുന്ന ആ ഒരു ഗ്രഹങ്ങളുടെ എണ്ണം വീണ്ടും കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. വേറൊന്നല്ല, ജീവൻ എന്ന് പറയുന്ന ആ ഒരു സംഗതി എപ്പോഴും കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ജീവജാലങ്ങളാവണം എന്ന് യാതൊരു നിർബന്ധമില്ല. ഇതേപോലെ നമ്മൾക്ക് ഒരിക്കലും വിചാരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ജീവജാലങ്ങൾ ഉണ്ടാവാം എന്നാണ് ഈ ഒരു പഠനം പറയുന്നത്. ഇത്തരം ഗ്രഹങ്ങളിലെല്ലാം ഒളിച്ചിരിക്കുന്നത് എത്തരത്തിലുള്ള ജീവജാലങ്ങളാണ് എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഇമാജിനേഷനിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാര്യമാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്, കാർബൺ ബേസ്ഡ് ആയിട്ടുള്ള ലൈഫ് മാത്രമാണ് സർവൈവ് ചെയ്യുള്ളൂ എന്നുള്ളത്. പക്ഷേ മോഡേൺ കെമിസ്ട്രി അത് തെറ്റാണ് എന്ന് തെളിയിച്ചു തന്നിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളെല്ലാം മാക്സിമം ഒന്ന് അറിയിക്കാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് ഞാൻ അടുത്ത വീഡിയോ കാണാം.